ആദ്യം വിശ്വസിച്ചില്ല. കാരണം ഹസ്ബൻഡ് സ്ട്രോക്ക് കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഗുളിക കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മാമി പലതവണ പറഞ്ഞു മാമി ഇത് നല്ലതാണ്. ഞാൻ കേട്ടിട്ടില്ല, കാരണം DH എന്ന കമ്പനിയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒഴിവാക്കിയെങ്കിലും രാജേഷ് സാറിൻ്റെ വീട്ടിൽ അരുൺ സാറ് നമ്മുടെയൊക്കെ ലീഡറാണ്. അരുൺ സാറ് വന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കവേ ഫസ്റ്റിൽ ശരിക്കും ഞാൻ കഴിച്ചത് പേസ്റ്റാണ്. കാരണം തൊണ്ട കുത്തലൊന്നും സാറ് ഒരു അല്പം പേസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേസ്റ്റ് നേട്ടപ്പോൾ ഞാൻ പുറകോട്ട് മാറി. കാരണം വലിയ പേസ്റ്റാണല്ലോ. എന്നാലും ഒരല്പം ഒന്ന് കഴിച്ചപ്പോൾ ആ തൊണ്ടയിലെ കഫം ഒന്ന് കുരി അങ്ങ് മാറി. അന്നേരം ഞാൻ മനസ്സോട് വിചാരിച്ചു എന്തായാലും സാധനം കൊള്ളാം. എന്നിട്ടും ഒരു ഡ്യൂട്ടിക്ക് KSRTC കണ്ടക്ടറാണ്. പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ എനിക്ക് സമയമില്ല. അപ്പോൾ മാമി ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചോണ്ട് വന്നു. അതായത് ഇപ്പോൾ ഷൈജാമ്മയുടെ കാഴ്ച 2 in 1 കോഫി. ആ കോഫി ഒന്ന് കുടിച്ചപ്പോൾ എനിക്ക് മറ്റ് കോഫി മേടിച്ച് എന്തോ ഒരു നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ മനസ്സോട് വീണ്ടും വിചാരിച്ച് സാധനം നന്നായിട്ടുണ്ട്, കൊള്ളാം, എന്തായാലും സാധനം വേണമെന്നുണ്ട്. എന്നിട്ടും ഒരു 1-2 ആഴ്ച ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം വീട്ടിലെല്ലാ കാര്യത്തിലും ഞാനാണ് കൊടുത്തത്. ഹസ്ബൻഡ് സംബന്ധിച്ച് നടന്ന് തുടങ്ങി, പക്ഷേ കൈ പൊങ്ങത്തില്ലായിരുന്നു. കൈ ഇത്ര വരെ പൊങ്ങും, ചോറ് വരെ കഴിക്കാനൊക്കെ പിന്നെ വേറെ ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു. സംസാരമൊക്കെ വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് മനസ്സിൽ വരുന്നത് പുറത്തേക്കും വേണ്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ട് കുറച്ചാൾ അങ്ങനെയായിരുന്നു. എന്തായാലും എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദിവസം മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡ് ചേട്ടൻ്റെ മോളെ ഏർപ്പെടുത്തിയിട്ട് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കൺവിൻസ് രീതി കൊടുക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാം വെച്ചിട്ട് പോകും. അവിടെ തന്നെ ഗുളിയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു മീറ്റിങ്ങൊക്കെ വന്നപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരക്കിയ സാധനമായിരുന്നു. കാരണം ഞാൻ കേട്ടത് കൂണി